എല്ലാവർക്കും നമസ്കാരം. രാമായണം 11-ാം ദിവസം. ജടായുവിൻ്റെ മരണശേഷം ശ്രീരാമനും ലക്ഷ്മണനും വീണ്ടും സീതയെ അന്വേഷിച്ച് കാടുകൾ തോറും അലഞ്ഞു നടന്നു. കബന്ധൻ എന്ന രാക്ഷസനെ രാമൻ വധിച്ചത് അതിനിടയ്ക്കാണ്. വികൃതരൂപിയായ ഒരു ഭീകര സത്വം, കാലും തലയുമില്ല, നെഞ്ചിലാണ് വായും കണ്ണുകളും, അറ്റം കാണാതെ നീണ്ടുകിടക്കുന്ന കൈകൾ. രാമലക്ഷ്മണന്മാരെ പിടിച്ചു തിന്നാനാണ് വരവ്. അതിനു മുന്നേ രണ്ടുപേരും വാളെടുത്ത് അവൻ്റെ ഓരോ കരം വെട്ടിമുറിച്ചു. രാജനന്ദനന്മാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രാക്ഷസൻ ചോദിച്ചു, എൻ്റെ കൈകൾ രണ്ടും മുറിച്ചിട്ട ഭവാന്മാർ ആരാണ്? ഏതോ അത്ഭുത പുരുഷന്മാരാണെന്ന് തീർച്ച. ഈ ഘോരവനത്തിൽ ചുറ്റി നടക്കാനുള്ള കാരണം എന്താണ്? ഞാൻ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായ രാമനാണ്. തുടർന്ന് കഥ മുഴുവൻ രാമൻ രാക്ഷസനെ കേൾപ്പിച്ചു. തൻ്റെ കൈകൾ അറുത്തത് ശ്രീരാമനാണെന്ന് അറിഞ്ഞതോടെ രാക്ഷസൻ ആനന്ദപരവശനായി. യഥാർത്ഥത്തിൽ അവനൊരു ഗന്ധർവനായിരുന്നു. യൗവനം കൊണ്ടും ശരീര സൗന്ദര്യം കൊണ്ടും മതിച്ചു നടക്കുന്ന കാലം. ഒരു ദിവസം അഷ്ടാവക്രൻ എന്ന താപസനെ കാണാൻ ഇടയായി. ശരീരത്തിൽ ജന്മനാ തന്നെ 8 വളവുകളുള്ള ആ മുനിയെ പരിഹസിച്ച് ചിരിച്ചു. മുനിയുടെ ശാപഫലം ഗന്ധർവൻ ഇതുപോലെ വിരൂപനായ ഒരു രാക്ഷസനായി മാറി. അന്നേ മുനി തനിക്ക് ശാപമോക്ഷത്തിനുള്ള സമയം പറഞ്ഞിരുന്നു. ദശരഥപുത്രനായ രാമൻ ത്രേതായുഗത്തിൽ നിന്റെ കൈകളരിയും, അതോടെ നീ പൂർവ്വസ്ഥിതിയിലാകും. കബന്ധൻ രാമനെ സാഷ്ടാംഗം നമസ്കരിച്ചു. അതിദിവ്യമായ പദങ്ങളാൽ സ്തുതിച്ചു. രാമഭദ്രായ പരമാത്മനെ നമോ നമ, രാമചന്ദ്രായ ജഗൽസാക്ഷിണേ നമോ നമ. മദംഗമുനിയുടെ ആശ്രമത്തെയും അവിടെ തപസ്സിൽ മുഴുകി കഴിയുന്ന ശബരിയെയും കുറിച്ച് കബന്ധൻ രാമലക്ഷ്മണന്മാരോട് പറഞ്ഞു. അവളെ ചെന്ന് കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ. അങ്ങനെ സീതയെ കണ്ടെത്താനുള്ള വഴിയും തെളിയും. പിന്നീട് അവർ ശബരി ആശ്രമത്തിലേക്കാണ് പോകുന്നത്. രാമലക്ഷ്മണന്മാരെ കണ്ട ശബരി സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് അവരുടെ കാൽക്കൽ വീണു. ഫലമൂലങ്ങൾ നൽകി പൂജിച്ചു. ശബരിക്കുണ്ടായിരുന്നു അവരോട് പറയാനൊരു കഥ. എൻ്റെ ഗുരുഭൂതന്മാരായ ഋഷിമാർ നിന്നെയും ഭജിച്ച് 1000 ആണ്ടുകൾ തപസ്സു ചെയ്തു. അവർക്കാർക്കും സിദ്ധിക്കാത്ത ഭാഗ്യമാണ് അവരുടെ അനുഗ്രഹത്താൽ ഇന്നെനിക്ക് കൈവന്നിരിക്കുന്നത്. ഞാൻ ഹീനജാതിയിൽപ്പെട്ടവളാണ്. ഈ ഭാഗ്യത്തിനൊന്നും അർഹയല്ല. അരുത്, അത് പറയരുത്. രാമൻ ശബരിയുടെ നെറുകയിൽ കൈ ചേർത്തു. പുരുഷൻ, സ്ത്രീ, ജാതി, നാമം, ആശ്രമം ഇതൊന്നുമല്ല ഈശ്വരാനുഗ്രഹത്തിന് കാരണം. നിർമ്മലമായ ഭക്തി മാത്രമാണ് മുക്തിക്കു നിദാനം. ജാനകിയെക്കുറിച്ച് വല്ലതും അറിയാമെങ്കിൽ പറഞ്ഞു തരിക എന്ന് രാമൻ ആ താപസിയോട് അപേക്ഷിച്ചു. ശബരി ശരിയായ സൂചനകൾ നൽകി. കുറച്ചു ദൂരം തെക്കോട്ട് ചെന്നാൽ പമ്പാ സരസ് കാണാം. അവിടെ ഋഷ്യമൂകം എന്ന പർവ്വതത്തിൽ വാനരശ്രേഷ്ഠനായ സുഗ്രീവൻ പാർക്കുന്നുണ്ട്. അവനുമായി സഖ്യം ചെയ്യുക. അവർ അങ്ങയുടെ ദുഃഖങ്ങളൊക്കെ തീർത്ത് സഹായിക്കും. ശ്രീരാമനെ സാക്ഷിയാക്കി ശബരി അഗ്നിയിൽ പ്രവേശിച്ച് ജീവൻ മുക്തിയായി. വസന്തകാലം ആരംഭിച്ചു. ദശരഥനന്ദനന്മാർ രണ്ടുപേരും ഋഷ്യമുഖം എന്ന പർവ്വതത്തിന് സമീപത്തെത്തി. സീതാവിരഹത്താൽ ആർത്തനായിരുന്നു രാമൻ. നടക്കുന്നതിനിടയിൽ പലതും പറഞ്ഞ് വിലപിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ആദിപൂണ്ട് നടക്കുന്ന രാമലക്ഷ്മണന്മാരെയാണ് മലമുകളിൽ നിന്ന് സുഗ്രീവൻ കണ്ടത്. ആരി വരുന്നിവർ സന്നദ്ധരായി. അമ്പും വില്ലും വാളുമൊക്കെയായി വരുന്ന അപരിചിതരായ 2 വീരയുവാക്കൾ. സുഗ്രീവൻ സ്വാഭാവികമായും ഭയന്നു. ബാലിയെ തന്നെ വകവരുത്താൻ പറഞ്ഞയച്ചതായിരിക്കുമോ? ഉടനെ ചെന്ന് വിവരമറിഞ്ഞു വരാൻ ഹനുമാനെ പറഞ്ഞയച്ചു. ഒരു ബ്രഹ്മചാരിയുടെ വേഷഭാവങ്ങളോടെയാണ് ഹനുമാൻ രാമലക്ഷ്മണന്മാരുടെ മുന്നിൽ ചെന്ന് നിന്നത്. അവരെ തൊഴുത് വിനീതനായി വിവരങ്ങൾ തിരക്കി. നിങ്ങൾ ആരാണെന്നറിയാൻ താല്പര്യമുണ്ട്. സൂര്യചന്ദ്രന്മാരാണോ, അശ്വിനി ദേവന്മാരാണോ, അതോ നരനാരായണന്മാർ തന്നെയാണോ? മാരുതിയുടെ സ്വരവും വാക്കുകളും പദഭംഗിയും ഉച്ചാരണശുദ്ധിയും രാമനെ അത്യധികം ആകർഷിച്ചു. ഇത്രയും ഭംഗിയോടെ ശുദ്ധിയോടെ സംസാരിക്കുന്നവൻ സാധാരണക്കാരനാവില്ല, തീർച്ച. നല്ല വൈയാകരണൻ തന്നെയാണ്. രാമൻ തന്നെയും അനുജനെയും വിശദമായി പരിചയപ്പെടുത്തി. ജാനകിയെ തിരഞ്ഞാണ് കാട്ടിൽ നടക്കുന്നത് എന്ന് അറിയിച്ചു. അവളെ കാണാനായില്ല, എന്നാൽ നിന്നെ കണ്ടുകിട്ടുകയും ചെയ്തു. നീ ആരുടോ സഖേ? തൊഴുകയ്യോട് ഹനുമാൻ എല്ലാം വിശദമായി രാമനെ ധരിപ്പിച്ചു. വാനരേന്ദ്രനായ സുഗ്രീവൻ ഋഷ്യമൂകത്തിൻ്റെ മുകളിൽ 4 മന്ത്രിമാരുമായി കഴിയുന്നു. ആ 4 പേരിൽ ഒരാളാണ് താൻ. വായുപുത്രനാണ്. പേര് ഹനുമാൻ. സുഗ്രീവനുമായി രാമൻ സഖ്യം ചെയ്യണം. സുഗ്രീവൻ്റെ ജ്യേഷ്ഠനായ ബാലി അനുജനെ കൊല്ലുമെന്ന ശബ്ദവുമായി നടക്കുന്നു.
ബാലിയെ കൊന്ന് സുഗ്രീവനെ രക്ഷിക്കണം. പകരം സീതാന്വേഷണം സഫലമാകാൻ വേണ്ട എല്ലാ സഹായങ്ങളും സുഗ്രീവൻ ഭവാന് ചെയ്തു തരും. രാമലക്ഷ്മണന്മാരെ തോളിൽ കയറ്റി ഹനുമാൻ സുഗ്രീവൻ്റെ മുന്നിലെത്തിച്ചു. അവരെ കണ്ടതും സുഗ്രീവന് ബോധ്യമായി, ഇനി തനിക്ക് ആരെയും പേടിക്കേണ്ടതില്ല. അവർ രണ്ടുപേരും പരസ്പരം സഹായിക്കുമെന്ന് സഖ്യം ചെയ്തു. ഏതാനും ദിവസം മുമ്പ് താൻ കണ്ടൊരു കാഴ്ച സുഗ്രീവൻ വിസ്തരിച്ചു. അതിസുന്ദരിയായൊരു യുവതിയെയും കൊണ്ട് രാക്ഷസ രാജാവ് ആകാശത്തിൽ കൂടി തെക്കോട്ട് കുതിക്കുന്നു. അവൾ രാമ രാമ എന്ന് അതിദീനം വിലപിക്കുന്നുണ്ടായിരുന്നു. നിശ്ചയമായും അത് ഭവാന്റെ ഭാര്യയായ സീതയായിരിക്കണം. ഞങ്ങളെ കണ്ടതുകൊണ്ടാവാം അവർ താഴേക്കൊരു പൊതി എറിഞ്ഞു. ചേല കീറി ഭദ്രമായി കെട്ടിയ ഒരു പിടി ആഭരണങ്ങൾ. ആ ആഭരണങ്ങൾ എടുത്തു കൊണ്ടുവന്ന് സുഗ്രീവൻ രാമൻ്റെ മുന്നിൽ വെച്ചു. അവിടുന്ന് സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു. ലക്ഷ്മണൻ ജ്യേഷ്ഠനെ ആശ്വസിപ്പിച്ചു. അവിടുന്ന് ഇങ്ങനെ ദുഃഖിക്കരുത്, ഇനി വൈകില്ല. സുഗ്രീവൻ്റെ സഹായത്തോടെ നമ്മൾ രാവണനെ നിഗ്രഹിക്കും, സീതയെ കൂട്ടിക്കൊണ്ടുവരും. ഇനി ബാലിവധവും തുടർന്നുള്ള കാര്യങ്ങളും പിന്നീട്.